ചെങ്ങന്മാരെ നമസ്കാരം. വിചാരധാര ഞാൻ വായിച്ചിട്ടില്ല, മനുസ്മൃതിയും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഞാനൊരു സ്വയം സേവകനാണ്. സ്വയം സേവകൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയോ അറിയില്ലെന്ന് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സംഖ്യയാണ്, ചാണക സംഖ്യയാണ്. പക്ഷേ ഞാനതിൽ നിങ്ങൾ പറയുന്ന ചാണകസംഖ്യ അല്ലെങ്കിലും ഒരു സ്വയം സേവകൻ എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനിക്കുന്നുണ്ട്. കാരണം ആ സ്വയം സേവകൻ ഒരാളാണ് രാജ്യം ഭരിക്കുന്നതും രാഷ്ട്രം ഭരിക്കുന്നതും രാജ്യത്തിൻ്റെ പരമോന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരും സ്വയം സേവകരാണ്. എന്നാലും കേരളത്തിലിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരുപാട് പേർക്ക് RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വേറൊന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്? ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി വെച്ചേക്കുന്നത് ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ജനറേഷനിലിരിക്കുന്ന, എൻ്റെ തലമുറയിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്കെന്നേ പറയാനുള്ളൂ. ഞാൻ ശാഖയിലൂടെ വന്നതാണ്, ശാഖയിൽ നിന്ന് ABPയിലൂടെ വന്നതാണ്. ABPയിൽ നിന്നും ബജ്രംഗ് ദളിലേക്ക് പോയി, ദളിൽ നിന്ന് എല്ലാ പരിപാടിയും ഉപേക്ഷിച്ച് ശാന്തിയായി അവനവൻ പണിയെടുത്താലേ അവനവന് കാശ് കിട്ടുള്ളൂ. അല്ലാതെ പാർട്ടിക്കാരൊന്നും നമുക്ക് കാശ് കൊണ്ടുവന്ന് തരില്ല എന്നുള്ള ഉത്തമ ബോധ്യം എന്ന് വന്നോ അന്ന് ഞാൻ ആ പരിപാടി നിർത്തിയിട്ട് അവനവൻ്റെ പണിക്ക് പോയി. പക്ഷേ ഞാൻ എൻ്റെ പണിക്ക് പോകാൻ തുടങ്ങിയതും മറ്റുള്ള വ്യക്തികളും അവരുടെ ആശയങ്ങളും അവരുടെ രാഷ്ട്രീയമൊക്കെ അവരവരുടെ രീതിയിൽ പ്രചരിപ്പിക്കുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച എൻ്റെ രാഷ്ട്രീയവും എൻ്റെ ആശയങ്ങളെല്ലാം അവിടെ തന്നെ കിടന്നു. അതായത് മലപ്പുറം ജില്ലയിൽ ജനിച്ച ഞാൻ ബജ്രംഗ് ദളിൽ പ്രവർത്തിക്കുമ്പോൾ ഹിന്ദു 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 എന്ന് പറയുമ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളാണ്. അപ്പോൾ എനിക്കതിലൊരു തോന്നൽ വന്നു, ഓക്കെ, ഇനി ഈ സംഘടനയിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇസ്ലാം മതവിശ്വാസികളായതുകൊണ്ട് എനിക്കത് വേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി നിർത്തി. പക്ഷെ എന്നിരുന്നാലും എൻ്റെ സുഹൃത്തുക്കൾ രാഷ്ട്രീയം പറയാൻ തുടങ്ങി. അവരവരുടെ രാഷ്ട്രീയം കറക്റ്റ് പോയിന്റിലെത്തുമ്പോൾ ഇതെൻ്റെ രാഷ്ട്രീയമാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും എല്ലാം വെളിപ്പെടുത്താൻ തുടങ്ങി. അപ്പം ഞാൻ ചിന്തിച്ചു, ഞാൻ ചെയ്യുന്നതല്ലേ മണ്ടത്തരം, ഞാൻ ചെയ്യുന്നതല്ലേ വിഡ്ഢിത്തരം. എൻ്റെ ആശയവും എൻ്റെ ആദർശവും ഞാൻ പ്രചരിപ്പിക്കാതെ അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതെ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചെയ്യുന്നത് മണ്ടത്തരമല്ലേ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഇനി ഇത് എൻ്റെ ആദർശവും എൻ്റെ ആശയവും പറയാൻ തുടങ്ങുന്നത്.